ഇതൊക്കെ നമ്മളിങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇപ്പം പലരും നമ്മളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്താ ഇതൊന്നും ഇതുവരെ പറയാഞ്ഞത്, ഇതുവരെ ഉണ്ടാഞ്ഞത്, ഇതുകൊണ്ട് വിശദീകരിക്കാത്തത്? ഒരു ഭാഗത്ത് അങ്ങനെ പറയാം, വേറൊരു ഭാഗത്ത് എന്തിനാ അതൊക്കെ മുണ്ടണത്, അതൊക്കെ മൂടി വെച്ചാൽ പോരെയെന്ന് വേറൊരു ഭാഗത്തും പറയാം. സമസ്ത എന്താ വേണ്ടത്? മൂടി വെക്കാണോ വേണ്ടത്, വിശദീകരിക്കാണോ വേണ്ടത്? വിശദീകരിക്കണം, വിശദീകരിക്കാതിരിക്കാൻ പറ്റൂല. പിന്നീടൊരു പ്രശ്നം ഉണ്ടായത്, ഇപ്പൊ ഇതൊക്കെ ഒരു ഉദാഹരണങ്ങൾ മാത്രം, ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഇവിടെ മഹാന്മാരിവിടെ സംസാരിക്കാൻ നിൽക്കുക, ഞാൻ വളരെ വേഗം പെട്ടെന്ന് നിർത്തുകയാണ്. ഇത് പറഞ്ഞത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ യോഗം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾക്ക് വിരുദ്ധമായി ഇയാൾ പ്രചരണം നടത്തുന്നു എന്ന് സമസ്ത പറഞ്ഞിട്ട് വെല്ലുവിളിക്കാണ്. എവിടെ പറഞ്ഞു, എവിടെ പ്രചരണം നടത്തിയെന്ന്? ഇത് പോരെ, ഈ പറഞ്ഞത് പോരെ? ഇനി അങ്ങനെ എത്ര ഉണ്ട് പറയാന്? സമയമല്ല. പിന്നീട് സമസ്തയുമായി നേരിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായത്, ഒന്ന് ആ പെൺകുട്ടികളുടെ പ്രശ്നം. സമസ്തയിൽ ഒരുപാട് കത്തുകൾ വന്നു, പ്രധാനപ്പെട്ട കത്തുകൾ. എൻ്റെ പെൺകുട്ടി അനുയോജ്യമായ ഒരു വിവാഹം വന്നു, അപ്പം ഞാനത് നടത്തിക്കൊടുത്തു. പഠനത്തിന് മുടക്കമില്ലാത്ത നിലക്ക് വിവാഹം നടത്തിക്കൊടുത്തതിൻ്റെ പേരിൽ ആ കുട്ടീനെ പുറത്താക്കി. ഇതിനൊരു പരിഹാരം ബഹുമാനപ്പെട്ട സമസ്ത ഉണ്ടാക്കി തരണം. ഇങ്ങനെ കത്തുകൾ ധാരാളം വന്നപ്പോൾ മുഷാവറയിൽ ചർച്ച ചെയ്തു. അങ്ങനെ ആ CIC-യോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. പഠനം മുടങ്ങാത്ത നിലക്ക് കുട്ടികൾ, ഏതെങ്കിലും കുട്ടികൾ യാദൃച്ഛികമായിട്ട് ഒരു 98% ഉണ്ടാവില്ല, 1-2% ഏതെങ്കിലും കുട്ടികൾക്ക് നല്ല അനുയോജ്യമായ വിവാഹം വരുമ്പോൾ, പ്രകൃതിപരമായിട്ട് ചില കുട്ടികൾക്ക് അത് ആവശ്യമായിട്ട് അനിവാര്യമായിട്ടും വരുമ്പോൾ നടത്തി കൊടുക്കേണ്ടി വരും. അതിൻ്റെ പേരിൽ വിദ്യാഭ്യാസം മുടക്കാൻ പാടില്ല. വിദ്യാഭ്യാസവും വിവാഹവും തമ്മിൽ കൂട്ടിക്കുഴക്കാൻ പാടില്ല. ഒരു വിവാഹം നടത്തിയതിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം മുടക്കാൻ പാടില്ല എന്നാ സമസ്ത പറഞ്ഞത്. മുടക്കണം എന്നല്ല പറഞ്ഞത്. അല്ലെങ്കിൽ വഫിയിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മുഴുവനും CIC കല്യാണം ഉണ്ടാക്കി കൊടുക്കണം എന്നല്ല പറഞ്ഞത്. എന്നാ പിന്നെ ആ പണിയായിട്ട് നടന്നാൽ മതിയല്ലോ. അത് പറഞ്ഞിട്ടില്ല സമസ്ത, അത് പറഞ്ഞിട്ടില്ല. സമസ്ത പറഞ്ഞത്, എൻ്റെ അടുത്ത് വന്നു 2 ആളുകൾ, അക്കയും പൈസയും വേറൊരാളും വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നത് അത് ശരീഅത്തിന് വിരുദ്ധമാണ്. വിവാഹം മുടക്കുക, നിർബന്ധമായി മുടക്കുക എന്നത് അത് ശരീഅത്തിനും പ്രകൃതിക്കും വിരുദ്ധമാണ്, അതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞു. അത് ഒരൈറ്റ അങ്ങനെ നടന്നോട്ടെ, നിങ്ങളെ ഫാദിലുണ്ടല്ലോ കെട്ടിച്ചു കൊടുക്കാൻ, ഇതിങ്ങനെ നടന്നോട്ടെ പറഞ്ഞിട്ട് പോയി. എന്നിട്ട് കുറേ എഴുത്തുകുത്തുകൾ സമസ്തയിൽ നിന്ന് അങ്ങോട്ടും അവരിങ്ങോട്ടും എഴുത്തുകുത്തുകൾ, ചർച്ച ഒന്നും നടന്നിട്ടില്ല എന്നൊക്കെ വെറുതെ പറയാം. നേരിട്ട് അവരോട് സംസാരിക്കാൻ വേണ്ടി സമസ്തയിൽ നിന്ന് ഒരു സമിതിനെ തിരഞ്ഞെടുത്തിട്ട് ചേളാരിക്ക് അവരോട് വരാൻ പറഞ്ഞു. അന്യോന്യം സംസാരിച്ചപ്പോൾ അവസാനം പറഞ്ഞത് എന്താ പറയുക, കിതാബിൻ്റെ ഇബാറത്ത് വെച്ചിട്ട് നമുക്കൊരു ഒന്ന് സംസാരിക്കണമെന്ന്. കിതാബിൻ്റെ ഇബാറത്തുകൾ വെച്ചിട്ട് സമസ്തൻ്റെ ആരിമീങ്ങളുമായിട്ടൊരു മുനാദറ, ഒരു സംവാദം നടത്തിയിട്ട് ആരാണ് ജയിക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള അവിടേക്ക് എത്തിയത്. വളരെ ശാന്തതയോടുകൂടെ തങ്ങൾ പറഞ്ഞു, ശരി എന്നാ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ശേഷം അങ്ങനെ ഒരു ആവശ്യം വന്നില്ല. നമ്മളുടെ കുട്ടികൾ, അയാൾ പഠിപ്പിച്ച കുട്ടികളും നമ്മുടെ ശിഷ്യന്മാരായിട്ടുള്ള കുട്ടികളും അവർ തമ്മിൽ ഇബാറത്ത് വെച്ചിട്ട് സംസാരം നടന്നു. അതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. വാട്സപ്പിലൂടെ അവർ അന്യോന്യം ഒരു മുനാദറ നടത്തി. എന്താണ് അവസാനം സംഭവിച്ചതെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ നേതാക്കൾക്കൊരാവശ്യം വന്നില്ല. നേതാക്കൾക്ക് പിന്നെ അവരെ വിളിച്ച് ഇബാറത്ത് ചർച്ച ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ അവസാനം അതിൻ്റെ ശേഷം ഒരു സംഭവം ഉണ്ടായി. ഭയങ്കര ശല്യമുള്ള സമസ്തനെ കൊണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം, അള്ളാഹു ആലം, ഒരു ജനറൽ ബോഡിയിൽ വെച്ച്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സമസ്തനെ പുറത്താക്കിയെന്നാണ് ഞാൻ പറയല്. നിങ്ങളെ ഭാഷയിൽ പലതും പറയാം. സമസ്തനെ പുറത്താക്കല്ലാതെ ഇനി ശരിയാവൂല. ആ പുറത്താക്കിൻ്റെ രീതി അതിൻ്റെ ഭരണഘടനയിൽ, CIC-യുടെ ഭരണഘടനയിൽ, സമസ്തൻ്റെ തണലിലാണ് CIC വളർന്നതെന്ന് വെറുതെ ഒന്നുമല്ല പറയണത്. അത് ചേളാരിന്ന് കുറച്ച് ഭക്ഷണം അവിടെ അരിച്ചാക്ക് കൊണ്ടുപോയിട്ടതിൻ്റെ പേരിലല്ല.
സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ നിഴലിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ നേതാക്കളുടെ പേരാണ് പരസ്യങ്ങളിൽ കൊടുക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പരിശോധിച്ച് അംഗീകരിച്ച സിലബസ് ആണെന്നാണ് പരസ്യത്തിൽ കൊടുക്കുന്നത്. ഭരണഘടനയിൽ എഴുതി വെച്ചത് എന്താ? സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ വീക്ഷണവും ഉപദേശ നിർദ്ദേശവും അനുസരിച്ചുകൊണ്ട് മതഭൗതിക സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് നടത്തുക എന്നാണുള്ളത്. അപ്പൊ സമസ്തയുടെ വീക്ഷണം അംഗീകരിക്കും, സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കും. അന്നിലക്കൊരു സ്ഥാപനം നടത്തുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കൂലേ? ആ ഒരു ഖണ്ഡിക അത് പാടേണ്ട് എടുത്തു കളഞ്ഞു. ഇനി സമസ്തന്റെ വീക്ഷണവും വേണ്ട, സമസ്തന്റെ ഉപദേശവും വേണ്ട, സമസ്തന്റെ നിർദ്ദേശവും വേണ്ട, ആ നിലക്കുള്ളൊരു സമീപനം. അപ്പോ പ്രശ്നം ഒന്നും കൂടി രൂക്ഷമായി. സമസ്തനെ പുറത്താക്കി. ഇതിന് വേറെന്താ ഭാഷ ഞങ്ങൾ പറഞ്ഞ പോലെ സമസ്തനെ പുറത്താക്കി. അപ്പോൾ പറയും സമസ്തന്റെ മുഷാവറ മെമ്പർമാരിന് ഏതെങ്കിലും ഒരാൾ എന്നൊക്കെ സമസ്ത എന്നുള്ള വാക്കൊക്കെ അതിലുണ്ടല്ലോ. അതൊക്കെ ശരിയാണ്. ഭാഗികമായി പുറത്താക്കി നോക്കെന്നാൽ ബിൽക്കുല്ലിയത്ത് കൊണ്ട് പുറത്താക്കിയിട്ടില്ലെങ്കിലും ഭാഗികമായി സമസ്തൻ എന്ത് ചെയ്തു? അതിൻ്റെ കാതലായ ഭാഗത്തിൽ നിന്ന് സമസ്തനെ അങ്ങോട്ട് പുറത്താക്കി. അപ്പോൾ നമ്മൾ ക്ഷമിച്ചു. എന്തിനാ സമസ്തനെ പുറത്ത്? അപ്പം നമ്മൾക്ക് മര്യാദക്ക് നമ്മൾ പറഞ്ഞു, ഈ CIC ഞങ്ങൾക്കൊരു ബന്ധമില്ല, സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് CIC-യുമായി ഒരു ബന്ധമില്ല എന്ന് പറയേണ്ടി വന്നു. അപ്പം ബഹുമാനപ്പെട്ട അതിൻ്റെ പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ ഇടപെട്ടു. തങ്ങൾ ഇടപെടുമല്ലോ, തങ്ങളതിൻ്റെ പ്രസിഡന്റാണ്. പ്രസിഡന്റ് അല്ലെങ്കിൽ തന്നെ ഈ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി പാണക്കാട് സാദാത്തുക്കൾ ഇടപെടുക സ്വാഭാവികമാണ്. തങ്ങൾ അതിലിടപെട്ടു, അന്യോന്യം സംസാരിച്ചു, അവസാനം പരിഹരിച്ചു. എങ്ങനെ പരിഹരിച്ചു? അത് ആ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇനി ഇടപെടൂല, ശിക്ഷാ നടപടികളൊന്നും പീഡനങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു വിവാഹം നടന്നതിൻ്റെ പേരിൽ ഒരു കുട്ടിനെ പുറത്താക്കുക, ടീച്ചർമാർ പറയാണ് നിന്നോട് കടത്തൂല, നിന്നോട് വരാൻ പാടില്ല, ഭയങ്കര മാനസിക പീഡനങ്ങളാ, അതിനി ഉണ്ടാവില്ല. ഒന്ന്, സമസ്തന്റെ ആ ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കിയ ഭാഗം അത് വീണ്ടും ചേർത്തോളാ എന്ന് ഹക്കീം ഫൈസിയോട് സംസാരിച്ചതിൻ്റെ ശേഷം ഒരു കുറിപ്പ് തങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ കുറിപ്പേറ്റാണ് ഞങ്ങളോട് സംസാരിച്ചത്. ആര്യക്കുട്ടി മുസ്ലിയാർ, തങ്ങൾ, ഞങ്ങളൊക്കെ മോഹിറ്റ് മാസ്റ്റർ, ഞങ്ങളൊക്കെ പാടെ കൂടിയിരുന്ന് ചർച്ച ചെയ്തപ്പോൾ തങ്ങളെടുത്തൊരു കുറിപ്പുണ്ട്. അത് ഹക്കീം ഫൈസിയോട് സംസാരിച്ച് അംഗീകാരം വാങ്ങിയ കുറിപ്പാണ്. ഹക്കീം ഫൈസിക്കെതിരായിട്ട് തങ്ങളൊരു തീരുമാനം എടുത്തതല്ല. അതിലിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഇനി ഉണ്ടാവില്ല, CIC-യുടെ ഭാഗത്തു നിന്ന് ഭരണഘടനയിൽ അത് ചേർക്കുകയും ചെയ്യാം. അപ്പം സമസ്ത എന്ത് ചെയ്തു? അത് പിൻവലിച്ചു. CIC-യുമായി ബന്ധമല്ല എന്ന് പറഞ്ഞത് അത് ഞങ്ങൾ പുനഃസ്ഥാപിച്ചു എന്ന് പറഞ്ഞിട്ട് നല്ല നിലക്ക് പോകാമെന്നുള്ള നിലക്ക്. അതിനെ സംബന്ധിച്ച് തൃശ്ശൂരടുത്ത് ചാമക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വാഫി കോളേജിൻ്റെ വാർഷികത്തിൽ ഹക്കീം ഫൈസി പ്രസംഗിച്ചപ്പോൾ വീണ്ടും ചില എതിർപ്പുകളും സൂചനകളൊക്കെ വെച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ അവിടെ നമ്മളുടെ 2-3 പ്രവർത്തകർ, പ്രധാനികൾ, ബഹുമാനപ്പെട്ട ജമലുൽ തങ്ങൾ, കോഴിക്കോട് കാളി, അതേ പ്രകാരം തന്നെ നമ്മളെ സലാം ബാക്കവി, അതേപ്രകാരം ഓണംപള്ളി മുഹമ്മദ് ഫൈദ്, ഇവരൊക്കെ ചോദിച്ചു അവിടെ വെച്ചിട്ട് നിങ്ങൾ എന്തിനാ ഇപ്പം പ്രശ്നമൊക്കെ തീർന്നില്ലേ, ഇനി എന്തിനാ അങ്ങനെയൊക്കെ പ്രസംഗിക്കണത്? എവിടെ പ്രശ്നം തീർന്നു? തങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം തങ്ങളുടെ അധ്യക്ഷയിൽ എടുത്തിട്ടില്ലേ? അതൊക്കെ ഞങ്ങൾ ഫീസറിൽ വെച്ചേക്കാണ് എന്ന് വെച്ചാൽ ഒരു ആലങ്കാരിക പ്രയോഗമാണ്. അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. അത് സെനറ്റ് കൂടിയതിൻ്റെ ശേഷമേ സെനറ്റ് കൂടണം. അപ്പം സമസ്ത തീരുമാനിച്ചാലും പാണക്കാട് തീരുമാനിച്ചാലും ആര് തീരുമാനിച്ചാലും ശരി, സെനറ്റ് കൂടണം. CIC-യുടെ ജനറൽ ബോഡി കൂടിയിട്ട് അംഗീകരിച്ചെങ്കിൽ മാത്രമേ അത് നടപ്പാവുള്ളൂ. എന്താ അറിയില്ല, ഒന്ന് സകല മൂലിക്കുട്ടികളും കയറൊട്ടിക്കുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത് ഇവിടെ പോണ്ടെന്ന് അറിയണില്ല. കാരണം തങ്ങളാപ്പ പറഞ്ഞിട്ട് പരിപാടിക്ക് പോയ ആളെടുത്ത് പുറത്തൊക്കെ ഇട്ട്, അപ്പൊ തങ്ങളാപ്പന്റെ വാക്കിന് വരില്ല എന്നുള്ളത് ഇത് തോന്നിട്ടേക്കും. എന്താ അറിയില്ല, മൂലിക്കുട്ടികളെ മുഴുവൻ കയറൊട്ടിച്ചിറങ്ങുന്നുണ്ട്. സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയത്തങ്ങളും MT അബ്ദുള്ള മുസ്ലിയാരും ഹൈതമിയെ പുറത്താക്കാൻ തീരുമാനമെടുത്തു. സമാധാനിച്ചോ, ഹൈതമി പുറത്ത്. CIC-ക്ക് നടപടി വിശദീകരിച്ച MT ഉസ്താദ് താൽക്കാലിക സെക്രട്ടറി കുതിർന്ന് കരഞ്ഞോളിഞ്ഞി. വള്ളറിഞ്ഞടാ, ഇനി എന്തൊക്കെ കാണാൻ കിടക്കണ കാത്തേക്ക് കാണ്.
നിങ്ങള് നാല് പിങ്കിണി മാമാര് വിചാരിച്ചാൽ നടക്കണല്ല അതിൻ്റെ ഉള്ളിൽ നടക്കണെന്നല്ല പറ്റി പറഞ്ഞത്. ഓല് നടത്തിക്കോളും. ആ മുഷാവറ മെമ്പർമാര് പറ്റ മോശക്കാരാന്ന് പ്രസംഗിച്ച് നടക്കണവനെ ആരെ താങ്ങും മുമ്പിടോ? ഓലെടുത്ത തീരുമാനം അംഗീകരിച്ചാതെ ഓലെ കൊഞ്ഞനം കാട്ടിയ ഏതൊക്കെ ആൾക്കാർ പറയും. നിങ്ങൾ ഒറ്റക്ക് പോയാണ്ട് ഓരോട് സംസാരിക്കുമ്പോ പാവങ്ങള് അങ്ങനെ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് തലാട്ടി വിടും. ഇവലെല്ലാരും കൂടി കൂടുമ്പോ ഉണ്ടാവും. ഒരു കുട്ടികളില്ല. ഐത്തമ്മിന്റെ വിഷയത്തിൽ മുഷാവറ തീരുമാനം എടുത്തതന്നെ എന്താണല്ലോ എടുത്താണ്ട് എറിഞ്ഞാളി. ആ കോലത്തിലാണ് കഥ. അതുകൊണ്ട് ഇമ്പറ് പറയാണ്, വട്ടം കറങ്ങി സജറ കുറുങ്ങി. സജറകൾക്ക് അതല്ലേ പണി. സമസ്ത എന്താ പറയാ അയിമലാട് നിൽക്കും. MT ഉസ്താദ് സെക്രട്ടറി അത് പറയാ ആന്നറിയും. എന്തൊക്കെ ഇനി അത് അങ്ങനെ ആക്കാൻ പോണ്, ഇത് ഇങ്ങനെ ആക്കാൻ പോണ്. കണ്ടോളി, നോക്കിക്കോളി, കണ്ടാളി, ഈഴാളി. ഇപ്പൊ കണ്ടപ്പോ മൂപ്പര് പറയാ ഓലെ കത്ത് വലിച്ചെറിഞ്ഞു. കത്തെടുത്ത് വലിച്ചെറിയിക്കല്ല. ആ കത്ത് ആരും എടുത്തതാ? ജില്ലാ മുഷാവറ കേന്ദ്രത്തിന് വിട്ട്. കേന്ദ്ര തീരുമാനം എടുത്ത് വിട്ട് പുറത്ത് കളി. അതിനാണ് അതിന് തീരുമാനം. പോയാക്ക ആണ്ട അതേ MT ഉസ്താദ് തന്നെയാണ് പാഞ്ഞു വന്നാണ്ട് ഈ ഐത്തമിക്കെതിരെ ഇപ്പം തീരുമാനം എടുത്തത്. CAC തീരുമാനം എടുത്തത്. ആ MT ഉസ്താദിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അനുകൂലിച്ചിന് പറയുമ്പോൾ മാത്രം അംഗീകരിച്ചിന് ആൾക്കാരല്ല ഞങ്ങളെല്ലാം അംഗീകരിക്കും. മൂപ്പരെ തെറ്റിദ്ധരിപ്പിച്ചാന്നുള്ളത് അവിടെയുള്ള ആളുകൾ പറഞ്ഞില്ലേ. അവിടെ ചെയ്തുലമാക്ക് ആഴ്ചയിൽ വന്നാണ്ട് ഒത്തുപോകാൻ പറ്റൂല, അതുകൊണ്ട് എനിക്ക് പറ്റൂല അറിഞ്ഞു. അങ്ങനെ വേറൊരു ടീം വാങ്ങി വന്നാണ്ട് മൂപ്പരെ ഏൽപ്പിച്ചത് ഇവിടെ അവിടെ ഉള്ളവരല്ലേ പറഞ്ഞു കഴിഞ്ഞി. പിന്നെ ദത്ത് തേങ്ങ പറയാനുള്ളത് വിക്കറ്റ് പോണൊന്നും ഇവര് കാണുന്നില്ല. ഇവലാകെ വല്യമ്പുരാൻ ബോൾ ചെയ്യുന്നത് മാത്രം നോക്കിയേക്കും. വിക്കറ്റ് ഇങ്ങനെ പെഞ്ഞു വീഴുന്നുണ്ട്. വല്യമ്പുരാനുണ്ട്, വല്യമ്പുരാൻ കോലായിലുണ്ട്, വല്യമ്പുരാൻ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്, ഇപ്പുറത്ത് ഇരുന്ന് നൊലോളിച്ചുണ്ട്. ആൾക്കാരൊക്കെ ഓടി വരുന്നുണ്ട്. ഇതിങ്ങനെ പറയുന്നുള്ളൂ. ഇവിടെ അങ്ങനെ വിക്കറ്റ് വീണോണ്ടിരിക്കുക. ഇനിയിപ്പോ അടുത്ത ഇവല് സുന്നി ഫെഡറേഷന്റെ ഒരു ആൾക്കാരുണ്ട് കയറിയിട്ട് ഇപ്പൊ പറയും ഉടനെ തിരിച്ചെടുക്കണം, ഐത്തമീയെ പിടിച്ചെടുക്കണം, ഇരുത്തണം എന്ന് പറഞ്ഞിട്ട് പ്രമേയം ഇങ്ങനെ വരും കേട്ടോ. പ്രമേയം തന്നെ ഉണ്ടാവുള്ളൂ. അത് പിന്നെ പ്രമേഹമായിട്ട് ഹോസ്പിറ്റലിൽ പോയി കിടന്നുറങ്ങണ കാണും. അതിന് പിന്നെ പ്രമേയം വായിക്കുക ഇപ്പൊ വായിച്ച് ഇപ്പുറത്ത് വായിക്കുക, അപ്പുറത്ത് ഓരോ ആൾക്കാരന്നെ അപ്പുറത്ത് വേറെ വായിക്കുക. അപ്പൊ അങ്ങനെ വായിക്കലോട് വായിക്കലാണ്. ഇപ്പൊ നളന്തകള് വായിക്കണ ലീഗിന്റെ മന്ത്രിമാർക്കെതിരാണ്, MLA-മാർക്കെതിരൊക്കെ. മറ്റേ കഴിഞ്ഞിപ്പോ അങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവര് വായിച്ചു പ്രമേയം പാസ്സാക്കാൻ അങ്ങനെ വരും. പ്രമേയം വായിക്കുക പാസ്സാക്കുക, പഴയ വായിക്കുക പാസ്സാക്കുക. അതിലിപ്പോ കുറച്ചു കാലത്ത് 2-3 മാസമായിട്ട് ഇപ്പൊ മന്ത്രിമാരെടുത്തേക്കാണ് ചെയ്യണേ. വായിച്ചാലൊക്കെ അവിടെ പോയി വായിക്കൽ തുടങ്ങി ഒക്കെ ശരിയാവും. അല്ല, ഇപ്പൊ ഒന്നും പ്രമേഹം വരാനുള്ള സാധ്യത ഇല്ല. കാരണം മിഞ്ഞാന്ന് വളരെ ശോചനീയമായിരുന്നു നളന്തകളുടെ അവസ്ഥ. സുന്നി മഹലില് ആകെ 28 ആള് പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു. അപ്പോ പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കമ്മിയാണ്. കാരണം ശുഷ്കിച്ചു പോയിട്ടുണ്ട്, പറ്റ ശുഷ്കിച്ചിരിക്കണം. പിന്നെ ഒരു കുറെ പ്രമേയം മാസമൊക്കെയല്ലേ തിരിച്ചെടുക്കാൻ എടുത്തണോ? പുസ്തക പൈസ എടുക്കാൻ വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടി. മറ്റേ ഇയാളെ എന്താണ് നമ്മള് മറ്റേ ഇയാളെ സംസ്ഥാന ജമിയത്ത് മുല്ലക്കിന്റെ സെക്രട്ടറി ആക്കാൻ വേണ്ടിട്ട് എന്തെല്ലാം പണിയെടുത്തത്. ഏടാ പൊട്ട അമീതെ, ഇതിവിടെ ആദ്യം തന്നെ ഇതൊക്കെ തീരുമാനാക്കിയല്ലേ. ഐത്തമ്മിനെ ഒഴിവാക്കണമെങ്കിൽ ഇയാൾ തന്നെ MT അബ്ദുള്ള മുസ്ലിയാർ ജനറൽ സെക്രട്ടറി താൽക്കാലിക ചുമതല അടുത്ത മുഷാവറ കൂടുന്നവരെ വേണമെന്നുള്ളത് നിർബന്ധമല്ലേ. എന്ത് തേങ്ങ ഇഞ്ചി കാട്ടരി ഇജ് ആര് കുടുങ്ങിന്നാ പറയണത്? ഇജ് പാവാട്ടോ സാധു പാണക്കാട്ടത്തങ്ങള് കുടുങ്ങി എന്നുള്ളടത്താണ് ഈ പറയണത്. അത് ആരെങ്കിലൊക്കെ വോട്ടം വെക്കുക, അതിലിങ്ങനെ വിടുക. പാവം എന്തെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞ് തെറ്റ് കാരണല്ലോ. നല്ല സ്വങ്കന അകോലായിന്നാണല്ലോ ഇപ്പൊ ഇന്ന് എന്തോ കഞ്ചാവ് കേസ് പറഞ്ഞാണ്ട് ഒരു പെണ്ണ് ഒന്നായിട്ട് ആലിളകിയത്. അത് മൂപ്പര് കണ്ടില്ല. പാവാണ്, സാധുവാണ്. ചക്കക്കുരു മാത്രമേ തിന്നുള്ളൂ. കുറച്ച് വീടിൻ്റെ ഉള്ളിൽ ഇനി മറ്റേ കുത്തിക്കയറ്റി മൂപ്പര് അടിക്കണ്ടോ അറിയില്ല. രാത്രി ഫുള്ള് പുയച്ചിട്ട് രാവിലെ വരും. ചെമ്പൻചാടി ഉമ്മർച്ച ഉമ്മട്ടി ബാപ്പുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂപ്പര് വരിക. ഉറക്കം ഫുള്ള് അതാണ്. അതുപോലെ ഈ ബീഡി വലിക്കുന്ന ആളുകൾ ചുരുട്ടടിക്കുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കണം.
ഇന്നലെ നമ്മളെ ഗുരുവട്ടൂരിൻ്റെ ശിശുവാൻ്റെ കുഞ്ഞാപ്പോള് ഇന്നലെ കൊണ്ടൂർ ഉസ്താദിനെ പറ്റിയിട്ട് എന്തൊക്കെ പറയുന്നുണ്ട്, ചുറ്റടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ മാതിരി ചുറ്റടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പാണക്കാട്ടെ തങ്ങളെ സമ്മതവും അയാളാണെങ്കിൽ പോയി തോണ്ടുകയും ചെയ്ത്, മുഷാവറ കൂടി അയാളെ പുറത്താക്കുകയും ചെയ്ത്, ജാമ്യാന്റെ പ്രസിഡന്റും മൂപ്പര് തന്നെ. ഇനിയിപ്പോ കുഞ്ഞിരായിന്റെ കുടുക്കുടിക്കുക എന്നുള്ളതാണ് മൂപ്പര് പറയുന്നത്. കുഞ്ഞിരായി അല്ല കുടുങ്ങുക, പാണക്കാട്ടെ തങ്ങൾ തന്നെയാണ് ഇപ്പൊ പെടാൻ പോണത്. ഒന്നെങ്കിൽ MT പറയുന്നത് കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ MTനെ തള്ളേണ്ടി വരും. ഏതാ മൂപ്പര് ചെയ്യ? കിങ്ങിനി ഓവാ ബ്രോ, പാവാണ് ബ്രോ, പാവാ ബ്രോ. ആരോ പറഞ്ഞു കൊടുക്കുകയാണ്. ഒറ്റക്ക് പറയാനുള്ള കഴിവ് യോഗ്യത ഇപ്പം ഇല്ല, ഒക്കെ പോയി ശേഷിയൊക്കെ നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും വല്ലാത്ത ജാതി തന്നെ, എന്തൊക്കെ പറഞ്ഞിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങള് മഹാനായ ആലിക്കുട്ടി ഉസ്താദിന്റെ വഫാത്തിന്റെ അന്ന് ഈ കള്ളത്താടി വന്ന് കരഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഇയാളൊരു എരപ്പ് ജാതിയാണെന്നുള്ളത്. അത് വേറൊന്ന്. പിന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വഫാത്തിന്റെ ആണ്ട് പിന്നെ അനുസ്മരണ പ്രഭാഷണം അതിന്റെ സമ്മേളനമല്ലേ, CAC നടത്തിയല്ലേ, അല്ലാതെ വേറെ നടത്തുന്നല്ലോ. പിന്നെ അതിന് ആ അനുസ്മരണം ആണെന്നും അത് പിന്നെ ബഹുമാനപ്പെട്ട അലി ഉസ്താദിന്റെ അനുസ്മരണമാണെന്നും അത് നിങ്ങൾക്ക് നടത്താനുള്ള യോഗ്യത ഉണ്ടെന്ന് ആദ്യം നിങ്ങൾ പരിശോധിക്കണ്ടേ. നിങ്ങൾ ബഹുമാനപ്പെട്ട എന്നൊക്കെ അങ്ങനെ പറഞ്ഞണം, അല്ലെങ്കിൽ നമ്മളിത് പിടിച്ചിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടല്ല. നിങ്ങൾ മറ്റും പറഞ്ഞ കേട്ട് പറയണേ, ജയിച്ചു ചെല്ലില്ലേ. ഞങ്ങൾക്കൊന്നും അതിന്റെ ആവശ്യമില്ല. എന്നുവെച്ചാൽ ഉസ്താദിന്റെ വഫാത്തിന്റെ ശേഷം നിങ്ങൾ അവിടെ ഇങ്ങനെ പരിപാടി വെക്കണേ എന്തിനും, ആരെ പൊട്ടനാക്കാനാ? നിങ്ങൾ ഉസ്താദ് എടുത്ത നിലപാട് അംഗീകരിക്കാത്ത നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉള്ളേ? അതല്ല ആദ്യം നമ്മൾ പരിശോധിക്കണ്ടേ. ആ യോഗ്യത നമ്മൾ ആദ്യം പരിശോധിക്കണ്ടേ. നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ? ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് എടുത്ത തീരുമാനം, സമസ്ത 40 മുഷാവറ കൊടുത്ത തീരുമാനമാണ്. പാണക്കാട് സയ്യിദ് സാദിഖ് അത് വീട്ടിൽ ചെന്നിട്ട് ആ ഉത്തരവാദിത്തപ്പെട്ട് ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി കൊടുത്തേൽപ്പിച്ചിട്ട്, പിന്നീട് അത് ഇങ്ങനെ പന്ത് കളിച്ച് പന്തട്ടി ആ പോസ്റ്റ് ആളില്ലാത്ത പോസ്റ്റ് ഗോളടിച്ച് ഇങ്ങനെ പോയി എന്നല്ലാതെ ആ തീരുമാനം നടപ്പിലാക്കാതെ സമസ്തയെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ആ CAC-യുടെ നേതൃത്വത്തിന് എന്ത് യോഗ്യതയാണ്? ആളി ഉത്സവന്റെ അനുസ്മരണം നടത്താനുള്ള യോഗ്യത എന്താണുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെന്നുള്ളത്. അപ്പോൾ പിന്നെ അത് പെട്ടിക്കാട് ജാമ്യനെ പഠിപ്പിക്കുന്ന ഈ ഉസ്താദ് സമസ്തയുടെ മുഷാവറയിലുള്ള ഈ കള്ളത്താടിക്കാരെ, ഇയാൾക്ക് അയാൾ പോകാൻ പാടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അയാൾ പോയത് കൊണ്ടാണല്ലോ. അത് CAC-ന്റെ സമ്മേളനമല്ലേ, അതിപ്പോ അനുസ്മരണ പ്രഭാഷണം അതും സമ്മേളനമാക്കിയ ഒക്കെ സമ്മേളനം തന്നെ. CAC-ന് ആൾ തന്നെ നടത്തിയത്, അതിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ CAC-കാരാണ്. പിന്നെ അയാളെ വാക്കിലും വന്നിട്ടുണ്ട് CAC സമ്മേളനത്തിന് എനിക്ക് പരിപാടിക്ക് പോകാൻ പറ്റുമോ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ. അപ്പൊ തങ്ങൾ ഞാൻ പറഞ്ഞാൽ മതിയല്ലോ, ഇപ്പൊ കിട്ടും ചെയ്തില്ലേ. ഏതായാലും ഭയങ്കര പറഞ്ഞു തരുന്നോണ്ട് പറഞ്ഞേക്കണ്ട, ഒരു മട്ടം പോലെ പറഞ്ഞു തരാൻ കേട്ടോ. അപ്പൊ എന്താ വെച്ചാൽ എങ്ങനെ മനസ്സിലാക്കിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങളെ താല്പര്യം അത് തന്നെയാണ്. ഞങ്ങളൊക്കെ തീരുമാനം എന്താണ്, പുറത്താക്കണം തന്നെയാണ്. എങ്ങനെ തീരുമാനിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. വെച്ചാൽ സമസ്ത ആലിക്കുട്ടി ഉസ്താദും ജിഫ്തങ്ങളും കൂടി MT അടക്കമുള്ള ആളുകൾ ചെന്ന് ആളെ പാണക്കാട്ട് നിന്ന് പത്രക്കാരെ വിളിച്ച് അവരെ മുന്നിൽ ഈ തീരുമാനം കൊടുത്തേൽപ്പിച്ചിട്ട് നിങ്ങളത് തീരുമാനമാക്കി തരും, ഞാനത് ഏറ്റെടുത്ത് തീരുമാനമാക്കി തരും എന്നൊക്കെ പറഞ്ഞ്, പിന്നെ അത് മാത്രമല്ല അറമെന്ന് പറഞ്ഞ ചരിത്രമുണ്ട്, പിന്നെ പാണക്കാടെന്ന് വേറെ പറഞ്ഞ ചരിത്രമൊക്കെ ഉണ്ട്. അപ്പൊ സമസ്തനെ ഒരു കൊച്ചാക്കിയിട്ട് ഒരു വാവാച്ചുകുട്ടി പോലെ കൊണ്ടുവന്ന് പന്തട്ടി കളിച്ചാന്ന് വിചാരിച്ചിങ്ങനെ നടക്കണ്ടെങ്കിൽ അത് പോയി മോനെ. എന്തോ അല്ലൊക്കെ വിചാരിച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, മനസ്സിലായോ? അങ്ങനെ കൊണ്ട് കൂട്ടിക്കോ. രാസൊക്കെ തൊലിക്കട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ സമസ്ത എല്ലാ സ്ഥാനത്തും രാജിച്ച് CAC-ന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തുക എന്ന് പറയണം. അതാ വേണ്ടിയത്. ഇത് എല്ലാ തോണിയും അലച്ചിട്ട് ഞാൻ എല്ലാത്തും നിൽക്കണ പിന്നെ പുറത്താക്കിയാൽ കൂട്ടിക്കോ. നീ പോയി പറഞ്ഞാളാ, നിങ്ങൾ പുറത്താക്കിയാൽ നിങ്ങളെ രാജിച്ച് പോരാൻ പറയും. എനിക്കിപ്പോ ഇവിടെ പറഞ്ഞത് അവിടെ പോയി പറഞ്ഞാളാ, നല്ല സംഗതി നടക്കും. മുക്ക ഉമർ ഫൈസി ഉസ്താദ് സംസ്ഥാന സെക്രട്ടറിയാണേ. അത് ഉണ്ടായതല്ല, അത് കുറെ അതിനായിട്ട്. ഏതാ ഇംബ്രോ വെച്ച് ഇനിയിപ്പോ എന്താ നോക്കാനുള്ള എനിക്കറിയാം. ഇംബ്രോ ഐത്തമി ഏതായാലും ഇപ്പൊ പുറത്തായി. ഇനിയിപ്പോ അന്ന് ആലിക്കുട്ടി ഉസ്താദ് വഫാത്തായപ്പോ അന്ത്യചുംബനമൊക്കെ കൊടുത്ത് ആലിക്കുട്ടി ഉസ്താദും ഞാനായിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സുപ്രീം ലീഡർ ഉണ്ട്. സുപ്രീം ലീഡർ അടുത്താണ് ഇപ്പൊ ഈ കത്ത് വരിക. ഏത് ആലിക്കുട്ടി ഉസ്താദിനെ നിന്നിട്ട് ഐത്തമിനെ ജാമ്യന്ന് പുറത്താക്കാൻ പറഞ്ഞിട്ടില്ല. അതിലിപ്പോ ഇനി അയാൾ ഇവിടെ നിൽക്കുന്നുള്ള കണ്ടേ.
ആലിക്കുട്ടി ഉസ്താദായിട്ട് ഇത്ര ബന്ധമുണ്ട്, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആലിക്കുട്ടി ഉസ്താദ് അന്ത്യചുംബനമൊക്കെ കൊടുത്ത ആള് ആലിക്കുട്ടി ഉസ്താദിനെ കുറ്റം പറഞ്ഞ ആളെ കൂടെ നിൽക്കുവോ, അതല്ല സമസ്തന്റെ കൂടെ നിൽക്കുവോ, ആലിക്കുട്ടി ഉസ്താദിനെ കുറ്റം പറഞ്ഞത് ശരിയാണെന്ന് വെക്കുവോ, അത് ഇനി ആലിക്കുട്ടി ഉസ്താദിനെ കുറ്റം പറഞ്ഞത് ഒരാളെ പുറത്താക്കുവോ,